ആയിരത്തിയൊന്ന് രാത്രികളിലെ 16ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ സുബൈദയുടെ കഥ. ബാഗ്ദാദിലെ ഖലീഫ ഹാരുൺ അൽ റഷീദ് ആവശ്യപ്പെട്ടതനുസരിച്ച് സുബൈദ തൻ്റെ കഥ പറഞ്ഞു. എൻ്റെ പേര് സുബൈദ. ആമിനയും ഫാഹിമയും എൻ്റെ അനിയത്തിമാരാണ്. ഞങ്ങളുടെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മമാർ 2 പേരാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉൾപ്പെടെ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. ഞാനാണ് ഏറ്റവും ഇളയവൻ. അച്ഛൻ മരിച്ചപ്പോൾ ആമിനയും ഫാഹിമയും അവരുടെ അമ്മയോടൊത്ത് താമസിച്ചു. എനിക്കും മൂത്ത 2 സഹോദരിമാർക്കും കൂടി 5000 ദിനാർ അച്ഛൻ സമ്പാദിച്ചിരുന്നു. മൂത്ത സഹോദരിമാർ 2 പേരും വിവാഹിതരായി ഭർത്താക്കന്മാരോടൊപ്പം മറുനാട്ടിൽ പോയി താമസിച്ചു. അവരുടെ വീത സ്വത്തുകൊണ്ട് ഭർത്താക്കന്മാർ കച്ചവടം തുടങ്ങി. സ്വത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. അവർ വളരെ കഷ്ടപ്പെട്ട് നാട്ടിലെത്തി. കേവലം ഒരു യാചകരെ പോലെ വീട്ടിൽ വന്ന സഹോദരിമാരെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവരുടെ ദൈന്യതയിൽ എൻ്റെ മനസ്സലിയുകയും ചെയ്തു. എനിക്കുള്ളതെല്ലാം ചേച്ചിമാർക്ക് കൂടി പങ്കുവെക്കാൻ ഞാൻ തയ്യാറായി. അവർക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു, ഒറ്റയ്ക്കുള്ള ഈ ജീവിതം മടുത്തു, ഞങ്ങൾക്ക് ഒരു വിവാഹം കൂടി കഴിക്കണം. അനുഭവിച്ചതൊന്നും മതിയാവാഞ്ഞിട്ടാണോ? ഇക്കാലത്ത് വിശ്വസ്തനായ പുരുഷന്മാരെ കണ്ടുകിട്ടുക വളരെ കഷ്ടമാണ്, ഞാൻ പറഞ്ഞു. പക്ഷേ അവർ 2 പേരും ഞാൻ പറഞ്ഞതനുസരിച്ചില്ല. 2 പേരും പുതിയ ഭർത്താക്കന്മാരെ തേടി. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. പണവും വസ്ത്രങ്ങളൊക്കെ കൊടുത്തത് ഞാൻ തന്നെയാണ്. ഭർത്താക്കന്മാരോടൊപ്പം അവർ വീണ്ടും നാടുവിട്ടു. എന്നാൽ വീണ്ടും ഭർത്താക്കന്മാരാൽ വഞ്ചിതരായി. സ്ത്രീധനമായി കിട്ടിയ പണവും പണ്ടവും തട്ടിയെടുത്ത് പുരുഷന്മാർ അവരെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ വീണ്ടും സഹോദരിമാർ എന്നെ സമീപിച്ചു. അനിയത്തി, നീ പറഞ്ഞതാണ് ശരി. ഞങ്ങൾ കാണിച്ചത് തീർത്തും മണ്ടത്തരമായി പോയി. ഇനി ഒരിക്കലും ഒരു വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കില്ല. അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തായാലും നിങ്ങളെൻ്റെ സഹോദരിമാരല്ലേ, നമുക്കിവിടെ പഴയതുപോലെ ഒന്നിച്ച് കഴിയാം. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് കൂടെ കൂട്ടി. അങ്ങനെ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. വ്യാപാരാർത്ഥം ഒരു യാത്ര നടത്തിയാലെന്ന് ഞാൻ വിചാരിച്ചു. ഒരു കപ്പൽ നിറയെ ചരക്കും വാങ്ങി ബസ്രയിൽ കൊണ്ട് വിൽക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. സഹോദരിമാരോട് വീട്ടിൽ കഴിയുന്നോ അതോ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അവരും യാത്രയ്ക്ക് തയ്യാറായി. എൻ്റെ കൈവശമുണ്ടായിരുന്ന പണം ഞാൻ 2ആയി ഭാഗിച്ച് നേർപകുതി വീട്ടിലൊരിടത്ത് ആരും കാണാതെ ഒളിച്ചു വെച്ചു. ഒരുപക്ഷെ കച്ചവടം പൊളിഞ്ഞാൽ ഉപജീവനത്തിനുള്ള മാർഗമാണെന്ന് ഞാൻ അത് കരുതി. ഒടുവിൽ ഞങ്ങൾ യാത്ര പുറപ്പെട്ട് 2-3 ദിവസം യാത്ര ചെയ്തപ്പോൾ കപ്പൽ നടുക്കടലിലെത്തി. നിർഭാഗ്യം കൊണ്ട് കപ്പിത്താന് വഴി തെറ്റി. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് 10 ദിവസം അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ ദൂരെ കര കണ്ടു. അതേത് രാജ്യമാണെന്നും ഞാൻ ചോദിച്ചു. അറിഞ്ഞുകൂടെന്ന് കപ്പിത്താൻ പറഞ്ഞു. പരിചയമുള്ള നാടല്ല, ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടില്ല. എന്തായാലും കര കണ്ടത് ഭാഗ്യം. ചരക്കുകൾ ഇവിടെ വിൽക്കുന്നതാണ് ബുദ്ധി. 1 മണിക്കൂറിന് ശേഷം കപ്പിത്താൻ പറഞ്ഞു, ഇനി കരയ്ക്കിറങ്ങാം. നഗരത്തിലെ കാഴ്ചകൾ കണ്ട് സന്തോഷിക്കൂ. അല്ലാഹു നിങ്ങൾക്ക് കൂട്ടായിരിക്കും. ഞങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച അതിവിചിത്രമായിരുന്നു. നഗരവാസികളെല്ലാം കരിമ്പാറകളായി മാറിയിരുന്നു. ഒന്നിനും ഒരു മാറ്റവുമില്ല. തെരുവുകളും കമ്പോളങ്ങളും യഥാസ്ഥാനത്തുണ്ട്. സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളും നിരത്തി വച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലെന്തോ രഹസ്യമുണ്ട്. എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണം. ഒപ്പം നഗരം ചുറ്റി കാണണം. പോരാവുന്ന വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യണം. അങ്ങനെ തീരുമാനിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിഞ്ഞു. ഞാൻ കോട്ടയുടെ നേർക്കാണ് നടന്നത്. അവിടെയായിരുന്നു രാജകൊട്ടാരം. കട്ടിയുള്ള സ്വർണ്ണ തകിട് കൊണ്ട് നിർമ്മിച്ച വാതിൽ തുറന്ന് അകത്ത് ചെന്നപ്പോൾ സ്വർണ്ണ സിംഹാസനങ്ങളും മറ്റ് അലങ്കാരങ്ങളും കണ്ടു. രാജാവും മന്ത്രിയും സദസ്യരും അവിടെ ഉണ്ടായിരുന്നു. സിംഹാസനത്തിലിരിക്കുന്ന രാജാവിന് പിന്നിൽ 40 അംഗരക്ഷകർ ഊരിയ വാളുമായി നിന്നിരുന്നു. പക്ഷേ എല്ലാവരും
കറുത്ത കല്ലായി പോയെന്ന് മാത്രം. ഞാൻ അന്തഃപുരത്തിൽ ചെന്നു. അവിടുത്തെ ജനാലകളും വാതിലുകളുമെല്ലാം സ്വർണ്ണ നിർമ്മിതം തന്നെ. യവനികകൾ വിലയേറിയ പട്ടിൻ്റേത്. പവിഴം തുന്നിച്ചേർത്ത് സിൽക്ക് ഉടുപ്പ് ധരിച്ച രാജ്ഞിയുടെ കഴുത്തിലെ രത്നഹാരം അഗ്നി പോലെ ജ്വലിച്ചു. തോഴിമാരുടെ ആടയാഭരണങ്ങളും അത്യധികം വില പിടിച്ചവ തന്നെ. കഷ്ടം, ആ സുന്ദരിമാരും റാണിയോടൊപ്പം കല്ലായി തീർന്നു. അവിടെ നിന്ന് മുന്നോട്ടു പോയ ഞാൻ രാജകീയമായി നിർമ്മിച്ച കവാടത്തിനപ്പുറം അമൃതശിലകൾ കൊണ്ടുള്ള 7 പടവുകൾ കണ്ടു. അതും കയറി മാർബിൾ മേൽക്കൂരയുള്ള വലിയ ഹാളിലെത്തി. പട്ടു പരവതാനി വിരിച്ചിരുന്ന ഹാളിൻ്റെ മധ്യത്തിൽ ഒരു കട്ടിലുണ്ട്. തിളങ്ങുന്ന വജ്രക്കല്ലുകൾ അതിൽ പതിച്ചിരുന്നു. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയോളം വലിപ്പമുള്ള രത്നത്തിൽ നിന്നുള്ള പ്രകാശം ഹാളിൽ വെളിച്ചം പരത്തി. ഏതാനും പന്തങ്ങളും അവിടെ എരിഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോൾ അവിടെ മനുഷ്യരാരെങ്കിലും കാണുമെന്ന് ഞാൻ ഊഹിച്ചു. ഒരു മനുഷ്യജീവിയെ തേടി അവിടെയെല്ലാം ഞാൻ അലഞ്ഞു. ഇതിനിടയിൽ എൻ്റെ സഹോദരിമാരുടെയും സഹയാത്രികരുടെയും കാര്യം ഞാൻ മറന്നുപോയിരുന്നു. പെട്ടെന്ന് രാത്രിയായി. പുറത്തേക്കിറങ്ങാനുള്ള വഴി ഞാൻ ചുറ്റിക്കറങ്ങി. വഴിയറിയാതെ വീണ്ടും വീണ്ടും ചുറ്റിക്കറങ്ങി ക്ഷീണം കൊണ്ട് ഞാൻ അവിടെ കണ്ട കട്ടിലിൽ കയറി കിടന്നു. ആ കട്ടിലിൽ കണ്ട ഒരു ഖുറാൻ എടുത്തു വായിച്ചു. അർദ്ധരാത്രിയായിട്ടും ഉറക്കം വരാതെ കിടന്ന ഞാൻ ആരോ ശ്രുതിമധുരമായി ഖുറാൻ പാരായണം ചെയ്യുന്നത് കേട്ടു. ചെറിയ ഒരു പന്തം കയ്യിലെടുത്ത് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നടന്നു. ചെറിയ ഒരു മുറിയിൽ നിലത്ത് വിരിച്ച പരവതാനിയിലിരുന്ന് സുന്ദരനായ ഒരു യുവാവ് പച്ച നിറത്തിലുള്ള വിളക്കുകളുടെ വെട്ടത്തിൽ ഉറക്കെ അതീവ ശ്രദ്ധയോടെ ഖുറാൻ പാരായണം ചെയ്യുന്നത് ഞാൻ കണ്ടു. മറ്റ് നഗരവാസികൾക്കുണ്ടായ ദുര്യോഗം ഇയാളെ മാത്രം ബാധിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അടുത്തു ചെന്ന് എന്നെ അയാൾ അഭിവാദനം ചെയ്തു. എനിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ട്, മുഖവുര കൂടാതെ ഞാൻ പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയൂ, പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. എങ്ങനെ ഇവിടെ വന്നു? എൻ്റെ യാത്രയുടെ കഥ ഞാൻ വിവരിച്ചത് അയാൾ ശ്രദ്ധയോടെ കേട്ടു. ആ നഗരത്തിൻ്റെ ചരിത്രം പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. അയാൾ ഖുറാൻ പട്ടുതുണിയിൽ പൊതിഞ്ഞു വെച്ച് എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞു. സുമുഖനായ ആ യുവാവിൻ്റെ സമീപം ഞാൻ ഇരുന്നു. പുരുഷ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു അയാൾ. സ്ഫടികം പോലെ തിളങ്ങുന്ന കവിൾത്തടങ്ങളും പാകമായ ഈന്തപ്പഴത്തിൻ്റെ നിറമുള്ള അധരങ്ങളും കണ്ട് എൻ്റെ ഹൃദയം പിടഞ്ഞു. അയാളെ കുറേ നേരത്തെ കണ്ടെത്തിയില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിച്ചു. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അയാൾ തൻ്റെ കഥ പറഞ്ഞു. അയാൾ പറഞ്ഞ കഥ എന്തായിരിക്കുമെന്ന് കേൾക്കാൻ താല്പര്യമുണ്ടല്ലോ അല്ലേ? കാത്തിരുന്നോളൂ, ഞാൻ വരാം ഉടൻ തന്നെ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ പറയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തയാനും മറക്കരുത് കേട്ടോ. ഓക്കെ.